മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം ഫാമിലി കൗൺസിലിങ്ങിലൂടെ ഭാര്യമാർക്ക് ചില നിർദ്ദേശങ്ങൾ നൽകുവാൻ അച്ഛൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായിട്ട് ഭർത്താവിൽ അഭിമാനം കൊള്ളുകയും വിശ്വസിക്കുകയും ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിൽ തൽപരയാവുക. ഞാൻ വളരെ അഭിമാനത്തോടെ ഓർക്കുന്ന ഒരു കുടുംബത്തെ ഓർക്കുകയാണ്. ഭർത്താവ് ഡോക്ടറാണ്, ഭാര്യ എപ്പോഴും അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയെപ്പറ്റി അഭിമാനത്തോടു കൂടിയാണ് ഞങ്ങളോടൊക്കെ പങ്കുവെക്കുക. വലിയൊരാവശ്യമാണ്, എപ്പോഴും നമ്മുടെ മനസ്സിൽ ഓർക്കേണ്ടതാണ്. രണ്ടാമത്, മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ഭർത്താവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുക. വിയോജിപ്പുണ്ടെങ്കിൽ രഹസ്യമായിട്ട് പറയുക. മക്കളും ഇത് ആഗ്രഹിക്കുന്നുണ്ട്. എന്നോടൊരിക്കലൊരു അല്പമൊക്കെ പഠിച്ച ഒരു മകനാണ്, അദ്ദേഹം എന്ന് പറയായിരുന്നു, എൻ്റെ അച്ഛൻ അമ്മയോട് അപ്പനെ ഒന്ന് ആദരിക്കാൻ പറ. ആളുകളുടെ മുമ്പ് വെച്ച് വെറുതെ നിങ്ങൾ മണ്ടത്തരം പറയാതെ അകത്ത് കയറുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പം ഞങ്ങളുടെ തൊലിയാണ് ഉരിയുന്നത്. അങ്ങനെ സംഭവിക്കരുത്. വ്യത്യാസം ഉണ്ടാവാം, അത് രഹസ്യമായിട്ട് പറഞ്ഞ് പരിഹരിക്കാൻ ശ്രദ്ധിക്കണം. മൂന്നാമത്, സഭ്യതയുടെ നിയമങ്ങൾ പാലിച്ച് വസ്ത്രധാരണം നടത്തുക. ആഡംബര ഭ്രമം ഉപേക്ഷിക്കുക. ഞങ്ങൾക്ക് എന്ത് സ്വാതന്ത്ര്യമുണ്ട്, ഇപ്പോഴത്തെ ഒരു രീതിയാണ്, എന്ത് ധരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും, ജനായത്ത് രാജ്യമല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാതെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നാലാമത്, ഭർത്താവിനെ അറിയിക്കാൻ പാടില്ലാത്ത ഹൃദയരഹസ്യങ്ങൾ ഉണ്ടാകാതിരിക്കണം. എനിക്കൊന്നും എൻ്റെ ഭർത്താവിനെ മറച്ചില്ല, എന്ത് കാര്യങ്ങളും പറയാം, ഒരു ബോധ്യം ഉണ്ടാവണം. ആ രീതിയിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം. അത് ഭർത്താവിൻ്റെ പ്രവർത്തനങ്ങളിൽ താല്പര്യം കാണിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും വേണം. പരിചരിക്കാനായിട്ട് മറ്റാരെയും നമ്മൾ നിയോഗിക്കരുത് എന്ന് ഞാൻ പറയുകയാണ്. വളരെ സാമ്പത്തിക സുസ്ഥിതിയുള്ള ഒരു ഭവനത്തിൽ എൻ്റെ മനസ്സിലുണ്ട്. വേലക്കാരിഷ്ടം പോലെ വേണമെങ്കിലുണ്ട്, എന്നാലും ഭർത്താവിന് കാപ്പി കൊടുക്കുന്നത് ഞാനാണ്, അതെൻ്റെ ജോലിയാണ്, ഞാൻ ആരും നിയോഗിക്കുകയില്ല. അത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. ഇവിടെ ഭർത്താവിനെ ആ ഭാര്യ നേടിയെടുത്തു എന്നുള്ളതും ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. അതായത് ഭർത്താവിൻ്റെ സ്നേഹിതർ ഭവനത്തിൽ വരുമ്പോൾ അവരെ സ്വീകരിച്ച് സൽക്കാരങ്ങൾ കൊടുക്കണം. നമുക്ക് പറ്റുന്നത് പോലെയൊക്കെയുള്ള ആദരവ് പ്രകടിപ്പിക്കണം. ഏഴാമത്, ഭർത്താവിന് വിഷമമുണ്ടാകുന്ന സന്ദർഭങ്ങളിൽ പുഞ്ചിരിയാലും പ്രോത്സാഹനങ്ങളാലും ഭർത്താവിനെ ധൈര്യപ്പെടുത്തും. ഒരു പുഞ്ചിരിക്ക് വലിയ ശക്തിയാണ്. ഞാൻ എപ്പോഴും പറയും, മറ്റുള്ളവർ ഇടപെടുമ്പോൾ ഒരു സന്തോഷം, അത് പ്രത്യേകിച്ചും ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്നുണ്ട്. ഭാര്യ മോന്ത വീർപ്പിച്ചിരുന്ന അയാൾക്ക് ഭയങ്കര സങ്കടമാണ്. പുഞ്ചിരിയോടുകൂടി സന്തോഷത്തോടുകൂടി ഒന്ന് ഇടപെടാനായിട്ടൊക്കെ സാധിക്കുന്നത് ആവശ്യമാണ്. എട്ടാമത്, ഭർത്താവും കുട്ടികളും ഒന്നിച്ച് കുറേ സമയം വിനോദങ്ങളിൽ ഏർപ്പെടുക. ആത്മീയ ജീവിത നേതൃത്വം നൽകുക. നല്ല കാര്യങ്ങളിൽ ഭാര്യ നേതൃത്വം നൽകണം, ഉത്തേജനം നൽകണം എന്നുള്ളത് ഞാൻ പ്രത്യേകം ഓർമ്മിക്കുകയാണ്. അതുപോലെ വീടും പരിസരങ്ങളും വൃത്തിയായിട്ട് സൂക്ഷിക്കുക. നമ്മൾ പരമാവധി അങ്ങനെയുള്ള ക്ലെൻലിനെസ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒൻപത്, ഭർത്താവ് എന്തെങ്കിലും വിധത്തിലുള്ള തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ സമചിത്തതയോടെ അത് സ്വീകരിക്കണം. ഇപ്പോൾ നമ്മുടെ ഒരു കുറവുണ്ടെന്ന് ഭർത്താവ് പറയുക, പെട്ടെന്ന് കാലിളകാതെ നമ്മളതിനകത്ത് പറഞ്ഞതിനകത്ത് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് അതൊന്ന് തിരുത്തി എടുക്കാനായിട്ട് പരിശ്രമിക്കണം എന്ന് ഓർപ്പിക്കുകയാണ്. പത്താമത്, ഭർത്താവിൻ്റെ വീട്ടുകാരോട് സഹോദരങ്ങളോടും തികഞ്ഞ സ്നേഹബഹുമാനം പുലർത്തും. വചനം നിങ്ങൾക്കറിയാം, തോബിത്ത് 10:12, ഇനി അവരാണ് നിനക്ക് മാതാപിതാക്കൾ എന്ന് പറയുന്ന ഭാഗം ഓർക്കുക. ആ കുടുംബത്തിൻ്റെ ഒന്നായി മാറി അതുകൊണ്ട് അവരെ സ്നേഹിച്ച് അവരെ ആദരിച്ച് ആ കുടുംബത്തോട് ചേർന്ന് പോകുവാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ചില നുറുങ്ങ് ചിന്തകൾ ഭാര്യമാരോട് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കത്തുകളിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ കത്ത് ആദ്യത്തെ കഥ പുന്നവേലിയിൽ നിന്നും പാപ്പച്ചൻ്റേതാണ്. സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, ഞങ്ങൾക്ക് 2 മക്കളാണ്. മൂത്ത മകൻ ഒത്തിരി ആഗ്രഹത്തോടെ വൈദികനാകാൻ സെമിനാരിയിൽ ചേർന്നു. അവൻ മൈനർ സെമിനാരി കഴിഞ്ഞ് ഉടനെ റീജൻസി എടുക്കുവാൻ അധികാരികൾ ആവശ്യപ്പെട്ടു.
വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലായി റീജൻസി ചെയ്തു. 1 വർഷം കഴിഞ്ഞപ്പോൾ ഒരച്ഛൻ്റെ കൂടെ സഹായിക്കുവാൻ അവനെ വിട്ടു. എന്നാൽ ആ അച്ഛൻ അവനെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാക്കി. അവന് ദൈവവിളി ഇല്ല എന്നാണ് അച്ഛൻ പറഞ്ഞത്. കാരണം ഒന്നും പറയുന്നുമില്ല. എൻ്റെ മകൻ ഇപ്പോൾ പള്ളിയിലും പോകാതെ ആളുകളുടെ മുഖത്ത് നോക്കാൻ ഭയപ്പെട്ട് വീട്ടിൽ കഴിയുകയാണ്. ഏതോ മാനസിക അസ്വാസ്ഥ്യം പോലെയാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഞങ്ങൾ ആകെ അനിശ്ചിതത്വത്തിലാണ്. അവൻ ഇപ്പോഴും തീവ്രമായി ആഗ്രഹിക്കുന്നത് ഒരു വൈദികനാകണമെന്നാണ്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് തീരുമാനമെടുക്കണം എന്നും പറഞ്ഞു തരാമോ? തീർച്ചയായിട്ടും ഈ പാപ്പച്ചൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. മകൻ വൈദികനാകാൻ ആഗ്രഹിച്ചിട്ടും വൈദികനാക്കാൻ പറ്റാത്ത അവസ്ഥാവിശേഷം അത് വളരെ വേദനയുള്ളതാണ്. ഒത്തിരി വിഷമം ഉണ്ടാകുമെന്നറിയാം. എനിക്ക് ഉള്ളത് പറഞ്ഞ കാര്യങ്ങൾ അത്ര വ്യക്തമല്ല കത്തിൽ നിന്നും എന്നുള്ളത് ഞാൻ തുറന്ന് പറയുകയാണ്. എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്, പാപ്പച്ചൻ പിതാവിനെ ഒന്ന് ചെന്ന് കാണുന്നത് നല്ലതാണ്. ഇത് കൺഫ്യൂഷൻ ആയതുകൊണ്ടാണ്. എന്താണ് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. മകനും തുറന്നു പറയുന്നില്ല. വന്ന അച്ഛൻ്റെ വിളിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. പിതാവെല്ലാം അറിയാതിരിക്കുകയില്ല. പിതാവിനെ ഒന്ന് ചെന്ന് കാണുന്നതാണ് നല്ലത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് ഒന്ന് സംസാരിക്കുന്നത് നല്ലതാണ്. പിതാവ് തീർച്ചയായിട്ടും വ്യക്തമായ വിവരങ്ങൾ പറയും. മകൻ്റെ കാര്യം പാപ്പച്ചനെ വളരെയേറെ അലട്ടുന്നുണ്ട് എന്നെനിക്കറിയാം. എനിക്ക് ഈ തരുണത്തിൽ പറയാനുള്ളതൊരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങിനായിട്ട് മകനെ പ്രേരിപ്പിക്കുന്നത് നല്ലതാണ്. എല്ലാം ഒന്ന് തുറന്നു പറയാൻ ഏറ്റവും നല്ലത് കൗൺസിലിംഗ് നടത്തുന്ന വൈദികരാണ്. കാരണം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. സൈക്കോളജി കൗൺസിലിംഗ് നടത്തുന്ന വൈദികരുണ്ട്, അവരെ സമീപിക്കുന്നത് നല്ലതാണ്. അപ്പോൾ കാര്യങ്ങൾ ഭംഗിയാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പാപ്പച്ചനോട് പറയാനുള്ളത്, പാപ്പച്ചൻ വിഷമിക്കരുത്, പറയാൻ എളുപ്പമാണെന്ന് പാപ്പച്ചൻ പറയും. എങ്കിലും ഞാൻ പറയുന്നത്, അസ്വസ്ഥപ്പെട്ട് നിരാശപ്പെട്ട് പുറകോട്ട് പോകാതെ ഇത് തരണം ചെയ്യാൻ സാധിക്കും. എല്ലാം ശരിയാകും എന്നാണ് എൻ്റെ വിശ്വാസം. റോമ 8:28 പറയുന്നത് പോലെ എല്ലാം ദൈവം നന്മയ്ക്കായിട്ടാണ് എന്ന് കരുതുക. വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുക. പ്രശ്നങ്ങൾ മാറി ഒരു നല്ല വൈദികനാകുവാൻ ദൈവം മകനെ അനുഗ്രഹിക്കട്ടെന്നാണ് എനിക്ക് ആശംസിക്കുവാനുള്ളത്. തീർച്ചയായിട്ടും ഞങ്ങൾ പ്രാർത്ഥിക്കാം. തളരാതെ പിതാവിനെ ഒന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ മകൻ്റെ സുസ്ഥിതിക്കായിട്ട് പരിശ്രമിക്കുകയും ചെയ്യണം എന്ന് ഞാൻ പറയുകയാണ്. നിമ്മി എന്ത് പറയുന്നു? പിതാവിൻ്റെ മനോദുഃഖത്തിൽ നമുക്ക് പങ്കാരാകാവുന്നേ ഉള്ളൂ. അല്ലാതെ എന്ത് പറയണമെന്ന് ചില മേലധികാരികളെ ഒന്ന് കണ്ടാൽ അറിയാം എന്തുകൊണ്ടാണ്. പിന്നെ മകനുണ്ടായ ഷോക്ക്, അവന് ആന്തരിക മുറിവ് എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അവന് ഒരു വിഷമം, ഭയമാണ്, മറ്റുള്ളവരെ നോക്കാൻ ബുദ്ധിമുട്ടേ, പള്ളിയിൽ പോകുന്നില്ല, വൈദികനാകണമെന്നുള്ള അതിയായ ആഗ്രഹം, ഇതെല്ലാം കൊണ്ട് അവനെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അവനെ ഇപ്പോൾ മാതാപിതാക്കൾ ഒന്നിച്ച് ഈശോയുടെ നാമം വിളിച്ച് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുക, പിന്നെ തിരുരക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് തിരുമുറിവിനാൽ സൗഖ്യപ്പെടുത്താൻ പ്രാർത്ഥിക്കുക. ഇതൊക്കെ അവരുടെ പ്രാർത്ഥന. ഒരു പക്ഷേ എന്തെങ്കിലും വഴി തുറന്നു കിട്ടുമായിരിക്കാം. ഏതായാലും അവനെ നമുക്ക് കളയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവനിലുള്ള ആന്തരിക മുറിവുകൾ പോകാനായിട്ടൊരു ധ്യാനത്തിൽ പങ്കെടുപ്പിക്കുക. കൗൺസിലിംഗ്, അച്ഛൻ പറഞ്ഞതുപോലെ ഇന്ന് നല്ല വൈദികരുണ്ടല്ലോ, ആ വൈദികരെ അടുക്കൽ പോയി സൈക്കോളജിക്കലായിട്ടുള്ള കൗൺസിലിംഗ് നടത്തുക. ഇവനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. രക്തം കൊണ്ട് കഴുകി വിശദീകരിച്ച് ഇവനെ ദൈവത്തിൽ സമർപ്പിച്ച് ഈശോയുടെ നാമം നമ്മൾ അത്യുച്ചത്തിൽ, നമ്മുടെ മാതാപിതാക്കൾ എന്തുമാത്രം ഉറക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, അതനുസരിച്ച് മക്കൾക്ക് വിടുതലുണ്ടാകും, ഉണ്ടാകാതിരിക്കത്തില്ല. ഏതായാലും കണ്ണുനീരിന് വിലയുണ്ട്. കർത്താവ് നമ്മുടെ കണ്ണുനീർ കുപ്പികളിൽ ശേഖരിച്ച് വെക്കുമല്ലോ. പറഞ്ഞതുപോലെ റോമർ 8:28 എല്ലാം നന്മയ്ക്കായാണ് ദൈവം കണ്ടിരിക്കുന്നത്. ദൈവം ഒന്നും ദോഷമായിട്ട് നമുക്ക് ചെയ്യുകയില്ല. ഇതിൽ നിന്ന് എന്തെങ്കിലും നന്മ പ്രതീക്ഷിക്കുന്നുണ്ടായിരിക്കാം, എന്താണെന്നറിയില്ല. ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം, ഞങ്ങളും പ്രാർത്ഥിക്കാം. വന്യമയുടെ അഭിപ്രായത്തിൽ നമ്മൾ നന്മയ്ക്കായിട്ടാണെന്ന ബോധ്യത്തോടു കൂടി കരഞ്ഞ് പ്രാർത്ഥിക്കുക. മക്കൾക്ക് വേണ്ടി, മകന് വേണ്ടി കാര്യങ്ങൾ മെച്ചമാകും. അതുപോലെ അധികാരികളെ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നുള്ളതാണ് നിമ്മയുടെ അഭിപ്രായം. ടോമച്ചൻ എന്ത് പറയുന്നു? എനിക്ക് ഇതിനകത്ത് പാപ്പച്ചനോട് പറയാനുള്ളത്,
ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല. ഇങ്ങനെയൊന്ന് സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ആകപ്പാടെ കുടുംബം മുഴുവൻ ഒരു വല്ലാത്ത അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകരുത്. ഇത് അനേക കുടുംബങ്ങളിൽ ഇതുപോലെ സെമിനാരിൽ പോയിട്ട് തിരിച്ചു വന്ന പിള്ളേരുണ്ട്. എല്ലാവരും ഇങ്ങനെ ആകത്തില്ലാകരുത്. അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവിടെ ആ മോന് വേണ്ട കറേജിനെസ്, അവന് വേണ്ട സപ്പോർട്ട് കൊടുത്ത് അവനെ ഈ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ മാതാപിതാക്കൾക്ക് പറ്റണം. ഈ ദൈവവിളി എല്ലാവർക്കും കിട്ടണമെന്നില്ല. അവൻ ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും നമ്മളുടെ ആഗ്രഹങ്ങൾ മുഴുവൻ സാധിച്ച് കിട്ടും എന്ന് നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവൻ ആഗ്രഹമുണ്ട്, തീർച്ചയായിട്ടും ദൈവം അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കോൺഗ്രിഗേഷനിലോട്ട് ചിന്തിച്ചാലും ശരി, ഒരു പക്ഷേങ്കിൽ അവന് വിളിയുണ്ടെങ്കിൽ കയറി വന്നെന്ന് വരാം. പക്ഷേ അതിൻ്റെ പേരിൽ ആ കുടുംബം മൂകതയിലും അവൻ മിണ്ടാതെയും പള്ളിയിൽ പോകാതെയും വേറിട്ടൊരു ലൈഫ് സ്റ്റൈലിലേക്ക് പോകുന്നതും അത് കണ്ട് ഇവർ ഭയപ്പെടുന്നതും ഒക്കെ ഒരിക്കലും ഭൂഷണമല്ല. അതിനൊരു മാറ്റം കുടുംബം മൊത്തം ഇല്ല, ഇവൻ ലോൺലി ആവുന്നു. പക്ഷേ ഇവർക്കും അതിനകത്ത് അവരുടെ ആ വേദനയിൽ നിന്ന് മനസ്സിലാക്കാൻ അവർ അതിനകത്ത് പങ്കുചേർന്നാ പോണേ. അപ്പം അവരുടെ പ്രശ്നം മകൻ ഇങ്ങനെ പോകുന്നല്ലോ ഉള്ളതാ. തീർച്ചയായിട്ടും അവനെ അച്ഛൻ പറഞ്ഞ പോലെ നല്ല കൗൺസിലിങ്ങിന് കൊടുക്കാം. പിന്നെ അവനെ ഈ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ മാതാപിതാക്കൾക്ക് കടമയുണ്ട്. സെമിനാരി പോയിട്ട് തിരിച്ചു വന്ന എത്രയോ പേര് നമ്മുടെ വീടുകളിൽ സുഖമായിട്ട് ജീവിച്ചു പോകുന്നവരുണ്ട്. അല്ല, അതിന് ഇവർക്ക് എതിർപ്പില്ല. ഇവൻ പറയുന്നില്ല, ഒന്നും തുറക്കുന്നേ ഇല്ല. അപ്പോൾ അവിടെ ഓപ്പണിങ്ങില്ല. അതിപ്പം ഒന്ന് മൈനർ സെമിനാരി കഴിഞ്ഞ ഉടനെ റീജൻസിയിലേക്ക് കൊണ്ടുപോയി എന്ന് പറയുമ്പം തന്നെ അവൻ അവിടെ എന്തോയോ പ്രോബ്ലം ഇവർ സെമിനാരി കണ്ടുപിടിച്ചിട്ടാണല്ലോ അവനെ റീജൻസിയിലേക്ക് നേരെ വിട്ടത്. അവിടെയും കറക്റ്റ് ചെയ്യപ്പെടാൻ ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കണം ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം അവിടെയൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് തമ്പുരാൻ്റെ വിളിയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും അതിലേക്ക് വരും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ മറ്റ് വിവാഹജീവിതവും ദൈവവിളി തന്നെ. അപ്പം അച്ഛനായാൽ മാത്രമേ പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കണ്ട. അപ്പം അതുകൊണ്ട് അവനെ പ്രോത്സാഹിപ്പിച്ചിട്ട് അവൻ്റെ ഈ മൂകമായ അന്തരീക്ഷത്തിൽ നിന്ന് അവനെ പുറത്തേക്ക് അവനെ ആക്റ്റീവാക്കാൻ ഇവരെപ്പോഴും അവന് പ്രചോദനം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം. പോയിട്ട് അച്ഛൻ പറഞ്ഞതുപോലെ പിതാവിനെ കണ്ട് കാര്യങ്ങൾ ഷെയർ ചെയ്താൽ കുറേ കൂടെ വ്യക്തത നിങ്ങൾക്ക് കിട്ടും, യാഥാർത്ഥ്യം എന്നാന്നുള്ളത്. എന്നിട്ട് അത് അവനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവനെ ഈ അന്തരീക്ഷത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരണം. അവനെ ഒറ്റപ്പെട്ട രീതിയിലേക്ക് പോകുന്നത് ഒരിക്കലും ഭൂഷണമല്ല. അവനെ അതിൽ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങൾക്ക് മാത്രമേ പറ്റത്തുള്ളൂ. കാരണം മാതാപിതാക്കൾ എന്നുള്ള നിലയ്ക്ക് അവനെ രക്ഷപ്പെടുത്തി എടുക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് എഴുതിയെന്ന് ഞങ്ങൾക്കറിയാം. തീർച്ചയായിട്ടും അതിനെ നിങ്ങളോടുകൂടി സഹകരിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാം. പക്ഷേ ഈശോയ്ക്ക് അസാധ്യമായിട്ടൊന്നും ഇല്ല പാപ്പച്ച. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഞങ്ങളുമൊക്കെ ഇതുപോലെ എൻ്റെ ഒരു മോനും സെമിനാരിൽ പോയിട്ട് തിരിച്ചു വന്നയാളാണ്. ഞാൻ പറഞ്ഞ അതിൻ്റെ പേരിൽ നമ്മൾ അസ്വസ്ഥരാകണ്ട. അവനിന്ന് വിവാഹജീവിതം കഴിച്ച് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ദൈവവിളി ഉണ്ടെങ്കിൽ പോട്ടെ, ഇല്ലെന്നുണ്ടെങ്കിൽ അവനെ കുടുംബജീവിതത്തിലേക്ക് തിരിച്ചു വിടാനുള്ള ആർജവത്വം നമ്മളിവിടെ കൂടി കാണിച്ചിട്ട് അയ്യോ നിനക്കങ്ങനെ പറ്റിപ്പോയല്ലോടാ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ സഹതപിക്കാൻ കൂടാതെ അവനെ തമ്പുരാന് സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക. ഓരോ വിശുദ്ധ കുർബാനയിലും അവനെ സമർപ്പിച്ച് നിങ്ങൾ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുക. അവനെ പള്ളിയിൽ പോകാനായിട്ടും കുമ്പസാരിക്കാനായിട്ടും ഒക്കെ പ്രേരിപ്പിക്കുക. നല്ലൊരു കുമ്പസാരം അവന് കൊടുക്കാനായിട്ട് നല്ല വൈദികരുടെ അച്ഛൻ പറഞ്ഞ പോലെ കൗൺസിലിങ്ങും നല്ല കുമ്പസാരവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ എങ്കിൽ അതുവഴിയൊക്കെ ആയിട്ടൊരു വിടുതൽ അവന് കൊടുത്ത് അവനെ നല്ല നിലയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് തളർന്നു പോകണ്ട, ശക്തമായിട്ട് ഞങ്ങൾ കൂടെ ഉണ്ട്, ഞങ്ങളോട് പ്രാർത്ഥിക്കാം. അവന് വേണ്ട പ്രചോദനം കൊടുത്ത് അവനെ മുന്നോട്ട് കൊണ്ടുവന്ന് സമൂഹ മധ്യത്തിൽ അവൻ മിടുക്കനായിട്ട് വരട്ടെ, അതിനുള്ളൊരു ശ്രമം നടത്തണമെന്നാണ് ഞാൻ പറയാൻ. പാപ്പച്ചനോട് ടോൺസൺ പറയുന്നത് പ്രധാനമായിട്ടും പാപ്പച്ചൻ ധൈര്യമായിട്ട് അവനെ അങ്ങനെ ഒരു മോചനായിട്ട് പ്രേരിപ്പിക്കണമെന്നുള്ളതാണ്. എനിക്ക് പ്രശ്നം മനസ്സിലാകുന്നുണ്ട്. മകനൊന്നും തുറന്നു പറയാത്ത സ്ഥിതിക്ക് ഇവർക്കാകപ്പെടെ ബുദ്ധിമുട്ടായിരിക്കുകയാണ്. ഏതായാലും പ്രാർത്ഥനയിലെ ശക്തിയിലൂടെ അവനെ നേടാനും പരമാവധി സ്നേഹം കൊടുത്ത് അവനെ തുറന്ന് പറയിപ്പിക്കാനും ഒക്കെ പരിശ്രമിക്കണം. കൗൺസിലിംഗ് ഉപകാരപ്രദമാണ്. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കാം, കാര്യങ്ങൾ മെച്ചമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കാം. അടുത്ത കത്ത് കുമരകത്ത് നിന്ന് സൗമിനിയുടേതാണ്. സ്നേഹമുള്ള അച്ഛ, ഞാനും പ്രദീപും പ്രേമിച്ച് വിവാഹിതരായതാണ്. ഞങ്ങൾ 2 സമുദായത്തിൽപ്പെട്ടവരാണ്. വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു, അതുകൊണ്ട് വിവാഹം രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ഇതൊന്നും മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നെ അവർ മകളായി സ്വീകരിക്കുന്നില്ല.
എല്ലാ ദിവസവും വഴക്ക് പിടിക്കും. ഇപ്പോൾ എന്നെ എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടിരിക്കുകയാണ്. എൻ്റെ അമ്മയ്ക്ക് മകളെ തിരിച്ചു കിട്ടിയതിൽ വലിയ സന്തോഷം. എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കരമായ പൊസസീവ് ലവാണ്. അമ്മ പറഞ്ഞു ഞാൻ പോകേണ്ട, ഡൈവേഴ്സിന് അപേക്ഷിക്കാൻ. അച്ഛാ, എനിക്കത് പറ്റില്ല. അദ്ദേഹത്തിന് എന്നോട് ഭയങ്കര സ്നേഹമാണ്. എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കണമെന്ന് വലിയ താല്പര്യവുമാണ്. ഇതിനിടയിൽ എൻ്റെ അമ്മ എന്നെ പഠിക്കുവാൻ നിർബന്ധിച്ചു. ഞാൻ പഠിക്കുന്നുണ്ട്. പഠനം കഴിയട്ടെ, എന്തു വേണം എന്ന് ചിന്തിക്കാം എന്നാണ് അമ്മ പറയുന്നത്. എനിക്ക് പഠനമല്ല, എൻ്റെ ഭർത്താവും ഒന്നിച്ച് ജീവിക്കുവാനാണ് താല്പര്യം. രണ്ട് കുടുംബങ്ങളും ഞങ്ങൾക്ക് എതിരാണെന്നാണ് തോന്നുന്നത്. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ എന്തു ചെയ്യണം? മാർഗനിർദ്ദേശങ്ങൾ നൽകാമോ? തീർച്ചയായിട്ടും സമനിയുടെ പ്രശ്നങ്ങളെ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾ വിവാഹം കഴിച്ച് സന്തോഷമായി നീങ്ങുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ഭർതൃഗ്രഹത്തിൽ തന്നെ കഴിയുന്നതായിരുന്നു നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഇച്ചിരി വിഷമമുണ്ട്, രണ്ട് വീട്ടിലും വിഷമമുണ്ട്, എങ്കിലും അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്നതായിരുന്നു നല്ലത്. ഏതായാലും സ്വന്തം അമ്മയ്ക്ക് മകളോട് പൊസസീവ് ലവ് ആണെന്ന് തിരിച്ചറിഞ്ഞത് വലിയൊരറിവാണ്. മകളെ ഉപേക്ഷിക്കാനായിട്ട് അമ്മയ്ക്ക് പറ്റുന്നില്ല, മകളിവിടെ നിന്നാൽ മതി, കുടുംബ ബന്ധുക്കളെക്കാൾ വലുത് അതാണെന്നൊക്കെ കരുതുന്ന ഒരമ്മയാണെന്ന് മകൾ തിരിച്ചറിയുന്നുണ്ട്. അത് മനസ്സിലാക്കി എത്രയും വേഗം നിങ്ങൾ ഒന്നിക്കുകയാണ് വേണ്ടത് എന്നാണ് എൻ്റെ ഒരഭിപ്രായം. ഒന്നിച്ചിട്ട് വേണമെങ്കിൽ പഠനം തുടരാമല്ലോ. ഈ പഠനത്തിന് ചേർന്നു എന്നുള്ളതൊരു പ്രശ്നമല്ല. നിങ്ങൾ ഒന്നിച്ച് ജീവിച്ചതിന് ശേഷം ഭർത്താവ് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ പഠനം തുടരുന്നതിന് കുഴപ്പമൊന്നുമില്ല. കാര്യങ്ങൾ മനസ്സിലായിടത്തോളം എത്രയും വേഗം നിങ്ങൾ ഒന്നിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഭർതൃഗ്രഹത്തിൽ നിൽക്കാനായിട്ട് അവർ അനുവദിക്കുന്നില്ലെങ്കിൽ, ഇപ്പം ഭർത്താവിൻ്റെ വീട്ടുകാർ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഞാൻ വായിച്ചു മനസ്സിലാക്കി. അങ്ങനെ അനുവദിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു വീട് വാടകയ്ക്കെടുത്താണെങ്കിലും ഒന്നിക്കുന്നതാണ് നല്ലത്. നിങ്ങൾ ഒന്നിക്കുക, അത് കഴിഞ്ഞ് ബാക്കിയുള്ള ബന്ധങ്ങൾ ശരിയാക്കണം എന്നുള്ളത് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഭാര്യാഭർത്തൃബന്ധം അത്ര പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ സൗമിനി ഈശ്വരനോട് പ്രാർത്ഥിക്കൂ. സൗമിനി എന്നെ സമുദായത്തിൽപ്പെട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ദൈവം എല്ലാം ശരിയാക്കും. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. വിഷമിക്കാതെ പ്രാർത്ഥിച്ച് രണ്ടുപേരും ഒന്നു ചേർന്ന് ജീവിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുമ്പോൾ വീട്ടുകാർ അതൊക്കെ അംഗീകരിക്കും. കാരണം നിങ്ങൾ വളരെ സന്തോഷമായിട്ട് ജീവിക്കുന്നു, ഇത് നമ്മൾ എതിർത്തിട്ട് കാര്യമില്ല, അപ്പോൾ അവരത് അംഗീകരിക്കും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ഞങ്ങൾ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. ടോമിച്ചൻ എന്താ ഇതേപ്പറ്റി അഭിപ്രായം പറയാനുള്ളത്? എനിക്ക് എൻ്റെ മനസ്സിലേക്ക് തോന്നിയത്, ഒന്നേ ഈ മാതാപിതാക്കളുടെ അനുവാദത്തോടു കൂടിയല്ല ഇവർ പ്രേമിച്ചതും വിവാഹം കഴിച്ചതും. അല്ലല്ല. അപ്പം ഈ മാതാപിതാക്കളിൽ നിന്ന് ഇവരുടെ ഇഷ്ടമനുസരിച്ച് അവർ രണ്ടുപേരും കൂടെ രജിസ്റ്റർമാരി ചെയ്ത് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ ഇനിയിപ്പം അത് കഴിഞ്ഞ് വേറൊരു ചിന്തയും വികാരവും മാതാപിതാക്കളോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റും ഇനി ഉണ്ടായിട്ട് വലിയ കാര്യവും ഇല്ല. അപ്പോൾ ഇവരച്ഛൻ പറഞ്ഞത് ഞാൻ ഒന്നൊരു അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുക, അവരൊന്നിച്ച് ജീവിക്കാൻ വേണ്ടിയാണ് അവർ ഈ എടുത്തിയാട്ടം നടത്തിയത്. ഇനിയും അവരെടുത്ത് ചാടി ഒരു തീരുമാനമെടുത്തു, കൊച്ചു കാര്യത്തിലേക്കല്ല നിങ്ങൾ എടുത്ത് ചാടിയത്. നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ ലൈഫാണ് വിഷയം. നിങ്ങൾ രണ്ടുപേരും കൂടെ യോജിച്ചു, തീരുമാനമെടുത്തു, നിങ്ങൾ അതിന് ഇറങ്ങി പുറപ്പെട്ടു, രജിസ്റ്റർ മാരേജ് നടത്തി. രണ്ട് വീട്ടുകാരെയും വീട്ടുകാരുടെ ചിന്തകളും അവരുടെ ആലോചനകളും നിങ്ങൾ രണ്ടുപേരും ആലോചിച്ചില്ല. നിങ്ങളെടുത്ത തീരുമാനത്തിൽ നിന്ന് ഇപ്പോൾ എന്തിനാണ് നിങ്ങൾ പുറകോട്ട് പോകണേ? ഒരിക്കലും അത് പാടില്ല. എടുത്ത തീരുമാനം അനുസരിച്ച് മുന്നോട്ട് സന്തോഷത്തോടെ പോകണം. അപ്പം അച്ഛൻ പറഞ്ഞതുപോലെ തീർച്ചയായിട്ടും രണ്ട് വീട്ടുകാരും അടുത്ത് വരും. രണ്ട് കൂട്ടരും നിങ്ങളെ അംഗീകരിക്കും. അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, മാതാപിതാക്കളാണ് അവർക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ വിട്ടുപോയാൽ ഇവർ രണ്ട് കൂട്ടരും രണ്ട് തരത്തിലേക്ക് പ്രേരിപ്പിക്കത്തുള്ളൂ. കാരണം അവർക്ക് ഇഷ്ടമില്ലാത്ത കേസാണ്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഹസ്ബൻഡിനോടും മോളുടെ വീട്ടുകാർ മോളോടും അത് തന്നെ പറയും. കാരണം അവർ രണ്ടുപേരും ആഗ്രഹിച്ച് കല്യാണം നടത്തി അല്ലല്ലോ നിങ്ങൾ. അപ്പോൾ ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ്. അച്ഛൻ പറഞ്ഞ് ഞാൻ ഒന്നുകൂടെ അടിവരയിടുക, വാടകയ്ക്കാണെങ്കിലും എന്നല്ല, വാടകയ്ക്ക് വീടെടുത്ത് പോയി രണ്ടുപേരും കൂടെ അധ്വാനിച്ച് നിങ്ങളുടെ കുടുംബത്തെ പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകണം. വേറൊരു ചിന്തയ്ക്ക് ഇതിനകത്ത് ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം നിങ്ങളെടുത്ത ഒരു തീരുമാനമനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിന് നിങ്ങൾ ഇനിയും നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ ചെയ്തതെങ്കിലും ഇനിയും ദൈവത്തെ കൂട്ടുപിടിക്കണം. നിങ്ങൾ ഏത് വിശ്വാസത്തിൽപ്പെട്ടവരാണെങ്കിലും ദൈവം
നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന ബോധ്യത്തിൽ ഈ വിശ്വാസം ഏതായാലും മുപ്പിരി ചരട് പൊട്ടത്തില്ലെന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിൽ. കാരണം 3 ചരട് കയർ ഒന്നിച്ച് പിരിച്ചിട്ട് പിടിച്ചാൽ അത് ബലമാണ്. ഈശ്വരനെ നിങ്ങളുടെ കൂടെ കൂട്ടണം. നിങ്ങൾ 2 പേരും ഈശ്വരനും ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ നിയോഗമാണെന്നുള്ള ബോധ്യത്തോടെ നിങ്ങളെടുത്ത് ചാടിയതാണേലും ദൈവമാണ് ഞങ്ങളെ ഒന്നിപ്പിച്ചിരിക്കുന്നത്, ഞങ്ങളിത് മുന്നോട്ട് പോകും എന്ന ബോധ്യത്തോടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണം. അല്ലാതെ വേറെ ഇനിയൊരു തിരിഞ്ഞുനോട്ടം ആവശ്യമില്ല. നിങ്ങൾ സന്തോഷമായിട്ട് മുന്നോട്ട് പോകുക, ജോലി ചെയ്യുക, പഠിക്കണമെങ്കിൽ പഠിച്ചോളുക. പഠിക്കുന്നതൊക്കെ നല്ലത് തന്നെ, അതിനൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അച്ഛൻ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്നിക്കണം. അകന്ന് നിന്നാൽ അതിനിടെ സാത്താൻ കയറും. അതുകൊണ്ട് അതിനവസരം കൊടുക്കാതെ നിങ്ങളുടെ ആ സ്നേഹവും സന്തോഷവും, അദ്ദേഹത്തിന് നിങ്ങളോട് വലിയ താല്പര്യമാണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് 2 പേർക്കും ആ ഇഷ്ടം നിലനിൽക്കുന്നിടത്തോളം കാലം അത് അകന്നു പോയാൽ അത് കുറേശ്ശെ ഡിമ്മാകും. അതിനിടെ വരുത്താതെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അപ്പം എത്രയും വേഗം ഒന്നിക്കുക, ബാക്കി കാര്യങ്ങൾ തമ്പുരാൻ ക്രമീകരിക്കും, ദൈവം ഈശ്വരൻ ക്രമീകരിക്കും എന്ന് തന്നെ വിശ്വസിക്കുക. നിമ്മി എന്ത് പറയുന്നു? ഇവർ 2 സമുദായത്തിൽപ്പെട്ടതാണ്. രജിസ്റ്റർ മാരേജും കഴിഞ്ഞു. അവനും അവളോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ എൻ്റെ വീട്ടുകാരാണ് അവളോട് വഴക്ക് പിടിക്കുകയും അവളെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്തു. അങ്ങനെയാണല്ലോ അമ്മയുടെ അടുക്കൽ ചെല്ലുന്നത്. അമ്മയ്ക്ക് പൊസസീവ് ലവ് എന്നൊക്കെ അവളിപ്പം മനസ്സിലാക്കുന്നത്. എല്ലാ അമ്മമാർക്കും മക്കൾ ചേർന്ന് നിൽക്കുന്നതിനോട് താല്പര്യം. പക്ഷേ ഇങ്ങനത്തെ വേണ്ടാതിനം കാണിക്കുമ്പം സ്വാഭാവികമായിട്ട് എല്ലാവരും, അവർക്ക് സ്നേഹമില്ലാഞ്ഞിട്ടല്ല, ഒരകൽച്ച ഉണ്ടാകും. അത് സ്വാഭാവികം തന്നെ. പിന്നെ അമ്മമാർക്ക് മക്കൾ കൂടെ നിൽക്കണം, അങ്ങനെ ഉണ്ട്. അല്ലാതെ അവരെ അകത്തി വിടണം, അവർക്ക് വേണ്ട ജീവിത പങ്കാളിയെ കൊടുത്തിട്ട് വിടുന്ന താല്പര്യം. പക്ഷെ ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ എല്ലാ മാതാപിതാക്കൾക്കും സ്വാഭാവികമായിട്ടൊരു അകൽച്ച ഉണ്ടാകാം. അത് സ്വാഭാവികം, മനുഷ്യൻ്റെ കാര്യമല്ലേ അത്. നമ്മുടെ മാതാപിതാക്കൾക്ക് അവരെ അറേഞ്ച്ഡായിട്ട് മാരേജ് കഴിച്ചു വിടണമെന്ന് ആഗ്രഹമല്ലേ. അവർ തന്നെ തീരുമാനിക്കേണ്ടതല്ലല്ലോ. മാതാപിതാക്കൾക്ക് ഇത്രയും വളർത്താമെങ്കിൽ അവരെ ഒരു ജീവിതത്തിലേക്ക് കടത്തി വിടാനും പറ്റുമല്ലോ. അത് 2 പേരും സമ്മതിക്കാതെ അവരുടേതായ രീതിയിൽ പോയി. അപ്പം സ്വാഭാവികമായിട്ട് അവൻ്റെ വീട്ടുകാർക്ക് എതിർപ്പ് കാണും. ഒന്നാമത് രജിസ്റ്റർ മാരേജ്, അവൻ ക്രിസ്ത്യൻ ആണെങ്കിൽ അവർക്ക് അങ്ങനെ നടത്തുന്നതിനോട് താല്പര്യം ഒട്ടും കാണത്തില്ലല്ലോ. അപ്പോൾ അവരുടേതായ അവർ കത്തോലിക്ക സമുദായത്തിലുള്ളതാണെങ്കിൽ കത്തോലിക്കരുടെ അന്യസമുദായം എന്നുള്ളത്, അതേത് ആണെങ്കിലും അവർക്ക് അവരുടേതായ രീതിയിൽ കല്യാണം കഴിക്കണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അത് അവർക്ക് നടക്കാൻ പറ്റാഞ്ഞത് കൊണ്ടായിരിക്കാം. എന്തായാലും അവരവിടെ ഇറക്കി വിട്ടു. ഇവളുടെ അമ്മ സ്വീകരിച്ചു. പഠിക്കാനും കൊടുത്ത് ഡൈവേഴ്സിന് കൊടുക്കാനും പറഞ്ഞു. പക്ഷേ അവൾക്ക് അവനോടുള്ള താല്പര്യവും അവനോട് ഭയങ്കര സ്നേഹമായതുകൊണ്ട് അവർക്ക് ഒന്നിച്ച് ജീവിക്കണം. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് അവരൊന്നിച്ച് ജീവിക്കുക തന്നെ ചെയ്യണം. അപ്പോൾ ഇവരേതായാലും മാരേജ് ചെയ്തല്ലോ, അപ്പം പിന്നെ ഒന്നിച്ച് ജീവിക്കുന്നതാണ് നല്ലത്. അവരൊന്നിച്ച് ജീവിക്കാൻ തന്നെയാണ് നിമ്മിയും അഭിപ്രായപ്പെടുന്നത്. എങ്കിലും മാനുഷികമായ പൊസസീവ് ലവ് പല അമ്മമാർക്കും ഉണ്ടാകാമെന്ന് നിമ്മി നിനക്ക് സൂചിപ്പിക്കുകയുണ്ടായി. പൊസസീവ് ലവ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ എൻ്റേത് മാത്രമായിരിക്കണം, എൻ്റെ മോള് കല്യാണം കഴിച്ചു കൊടുക്കാൻ ഇഷ്ടമില്ല, അങ്ങനെയുള്ളതല്ല. ഇതിപ്പോൾ ഇങ്ങനെ കാണിച്ചത് കൊണ്ടായിരിക്കാം അവർക്ക് അങ്ങനെ തോന്നുന്നത്. അല്ലാതെ അമ്മമാർക്ക് മക്കളെ കല്യാണം കഴിപ്പിക്കേണ്ടെന്ന് ആഗ്രഹം കാണത്തില്ലല്ലോ. ഇങ്ങനെ പോയത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു അമ്മയുടെ വികാരം ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും സൗമിനിയുടെ കൂടുതൽ തീക്ഷ്ണതയോടുകൂടി ഭർത്താവിനെ സ്വീകരിച്ച് നിങ്ങളൊന്നിച്ച് ജീവിക്കാനുള്ള സംവിധാനം ചെയ്യണം. പ്രായോഗിക വശം എന്താണെന്നുള്ളത് സൗമിനിക്ക് അറിയാവുള്ളൂ. ഞങ്ങൾക്ക് കൃത്യമായിട്ട് സാഹചര്യങ്ങൾ മനസ്സിലാവുന്നില്ലെങ്കിലും ഫോണിലൂടെയൊക്കെ ബന്ധപ്പെടാൻ പറ്റുമല്ലോ. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നിച്ച് ജീവിക്കാനുള്ള സംവിധാനം ചെയ്യണം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൺഫ്യൂഷനോ എങ്ങനെ മുമ്പോട്ട് നീങ്ങണമെന്നുള്ള ചിന്തയോ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ ആരെങ്കിലും വിളിക്കുന്നതിന് കുഴപ്പമില്ല. ഞങ്ങൾക്ക് നേരിട്ട് അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സൗഹൃദവും സ്നേഹവും വളരെയേറെ ആയത് ഒത്തിരി സന്തോഷപൂർവ്വമാണ് ഞാൻ സ്വീകരിക്കുന്നത്. ആ സ്നേഹത്തിൽ എപ്പോഴും നിലനിൽക്കുവാൻ ഞാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതുപോലെ നിങ്ങളുടെ കുടുംബജീവിതം ഏറെ സന്തോഷപ്രദമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കാം. നിങ്ങൾ കേൾക്കുന്ന എല്ലാ ദമ്പതികളും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നുകൂടെ പ്രത്യേകം അപേക്ഷിക്കുകയാണ്. ഈ 2 കുടുംബങ്ങളെയും നമുക്ക് ഈശോയുടെ മുമ്പ് സമർപ്പിക്കാം. പരമകാരുണ്യവാനും സ്നേഹം തന്നെയുമായ പൊന്നു തമ്പുരാനെ, ഇന്ന് ഞങ്ങൾ പ്രധാനമായിട്ടും ഈ കത്തുകളിലൂടെ കണ്ട 2 കുടുംബങ്ങൾ പാപ്പച്ചൻ്റെയും സൗമിനിയുടെയും കുടുംബമാണല്ലോ. പാപ്പച്ചൻ്റെ കുടുംബത്തിലെ അസ്വസ്ഥതകൾ, മകൻ്റെ ദൈവവിളിയെ പറ്റിയുള്ള ചിന്താക്കുഴപ്പങ്ങളെല്ലാം പരിഹരിച്ച്
കൂടുതൽ തീക്ഷ്ണതയോടുകൂടി മകനെ ഒരു നല്ല ജീവദാസ പ്രവേശിപ്പിക്കുവാൻ ആ മാതാപിതാക്കൾക്ക് കൃപ ചെയ്യണമേ. അവരുടെ അസ്വസ്ഥതകൾ മാറ്റിക്കൊടുക്കണമേ. ഈശോനാഥ, സൗമിനിയെയും ഭർത്താവിനെയും അങ്ങ് ഒന്നിപ്പിച്ചു. അവരെ സ്നേഹത്തിൽ നിലനിൽക്കുവാൻ, കുടുംബജീവിതം ഏറെ സന്തോഷപ്രദമായി തീരുവാൻ അവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. എല്ലാ ദമ്പതികളെയും അവരുടെ കുടുംബങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. സമാധാനവും സന്തോഷവും അവരുടെ കുടുംബങ്ങളിൽ ധാരാളമായിട്ടുണ്ടാകുവാൻ ഇടയാവണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673528. ഇമെയിൽ info@shalomtelevision.com.